എന്റെ പേര് അശോകൻ. ബാലുശ്ശേരി ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഡോക്ടറേയും എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കേസിട്ട്. അത് ഓച്ചിറ പരബ്രഹ്മത്തിൽ വെച്ചിട്ട് കലകലിച്ചിട്ട് അന്ന് അതാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. സാർ അങ്ങോട്ട് വന്നു കാണും. യെസ് സാർ, എന്തായാലും ഞാൻ വിളിക്കും. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരണം. ഞാനിങ്ങനെയൊക്കെ പോകണേ. അതാണ് വളരെ ഗംഭീരമുണ്ട്, വളരെ ഗംഭീരമുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു അതായത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് വലിയ രീതിയിൽ കാണുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ കേരളം. അറിയാം, ആ മതേതരത്തിന്റെ സ്വീകരണം എന്ന് പറയുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഒക്ടോബർ 1 അഖില ലോക വയോജന ദിനമാണ്. അപ്പൊ ഞാൻ കുറെ വൃദ്ധന്മാരെയും കൊണ്ടിങ്ങായിട്ട് ഞാൻ ചേരമാൻ പള്ളി പോയിരുന്നു. അപ്പൊ അവിടെ സൈദ് ഡോക്ടർ ഗംഭീര പ്രഭാഷണം നടത്തി. കാരണം ആ ചേരമാന്റെ ആ പൂർവ്വകാല ഇതും, കാരണം ആ ഹിന്ദുത്വത്തിന്റെ ഇതും, പിന്നെ അങ്ങനെ മാർത്തോമ പള്ളി. അപ്പൊ അങ്ങനെ അത് വളരെ ഗംഭീരമായിട്ടാണ്, വളരെ ഗംഭീരം. താങ്കളുടെ ഈ പ്രഭാഷണം ഉണ്ടല്ലോ, ഒരുപാട് ഹൃദയമുള്ള മനസ്സിലായി അങ്ങനെ പറഞ്ഞില്ല, അവരുൾക്കൊള്ളും അല്ലേ? അപ്പൊ എന്തായാലും ആയിരം സൗഖ്യത്തോടെ കണ്ട് ദീർഘായുസായിട്ടിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ശ്രേഷ്ഠാവും അദ്ദേഹത്തോട് മാത്രം നമുക്ക് പ്രാർത്ഥനയുള്ളൂ. അല്ലെങ്കിൽ ഞാനും പറയാം, അതൊരു വലിയ കാര്യട്ടാ. ഞാൻ എവിടെയും പറയാം. കാരണം മുസ്ലിം അതായത് ശാന്തി, ഞാനിത് പറയണതാണ്. ഇസ്ലാം വാക്കിന്റെ അർത്ഥം ശാന്തി, സമാധാനം. അവിടെ തുടങ്ങും ഞാനും. അപ്പൊ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഈ സമൂഹത്തിന് ഒരുപാട് നന്മകളും ഇതേമാതിരി പ്രഭാഷണങ്ങളും ഈ അഴുക്കുള്ള മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ അഴുക്ക് മാറ്റാൻ താങ്കളുടെ പ്രഭാഷണം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെന്ന് ആശംസിക്കുന്നു. ഞാനൊന്ന് ഒരുപാട് വർക്കുണ്ട്. ഇനി 15 ദിവസം കൂടി താങ്കളുടെ ഈ പ്രഭാഷണം കേൾക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. യെസ്, അപ്പൊ ഒരു അനുവാദം ചോദിക്കണേ. അപ്പൊ നിങ്ങളെല്ലാവരും ശരി, വളരെ ഗംഭീരമായിട്ടാ. ഞാൻ എന്റെ പേര് അശോകൻ. ഞാൻ കൺസ്യൂമർ ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് വിത്ത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ജില്ലാ പ്രസിഡന്റാണ് കേട്ടാ. മനുഷ്യാവകാശ സംഘടന ജില്ലാ പ്രസിഡന്റാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടാ. അപ്പൊ നിങ്ങൾ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ എനിക്കതൊന്നുമല്ല. നമ്മളൊരു മതേതരത്തെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ ഈ ഏകദൈവം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനിപ്പോ മറ്റുള്ളവർ എന്നിട്ട് ഇതായിട്ട് പറഞ്ഞാലേട്ടാ. കാരണം ഞങ്ങൾ എന്ന് പറയും 33 കോടി ജനങ്ങളെയും ദൈവങ്ങളെയും പറ്റും കേട്ടോ. അപ്പൊ അത് അല്ലേ, അത് വളരെ ഗംഭീരമുണ്ട് എന്തായാലും കേട്ടാ.